വെൽക്കം ബാക്ക് ടു Xylem Banking. UCO ബാങ്കിന്റെ ലോക്കൽ ബാങ്ക് ഓഫീസർ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റും എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോൾ വരെ ഉണ്ട്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, വേക്കൻസീസ് എത്രയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16/1/2025 മുതലാണ്. ഫെബ്രുവരി 5-ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുത്ത് പേയ്മെന്റ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യണം പ്രോസസ്. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നമുക്ക് വേക്കൻസീസ് കാണാൻ സാധിക്കും. മാൻഡേറ്ററി ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി പറയുന്നുണ്ട്. കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മലയാളം ലാംഗ്വേജ് വേക്കൻസി വരുന്നത് 15 ആണ്. 2 SC, 1 ST, 4 OBC, 1 EWS ആൻഡ് 7 ജനറൽ ആണ് വരുന്നത്. ടോട്ടൽ വേക്കൻസീസ് 250 ഉണ്ട്. അതിൽ എല്ലാ സ്ഥലങ്ങളൂടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 250 ഉണ്ട്. അതിൽ കേരളത്തിന് 15 ആണ് ഉള്ളത്. ഓക്കെ, നൗ കുറച്ചുകൂടി മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വാക്യം കിട്ടുന്ന കാര്യം ഇതാണ്. കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു അപ്ലൈ ഫോർ വേക്കൻസി 1 സ്റ്റേറ്റ് ഓൺലി. എടുത്തു പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുക വേർ യു ഹാവ് ദി ലാംഗ്വേജ് പ്രൊഫഷ്യൻസി. ഓക്കെ, നൗ മൂവിങ് ഓൺ, നമുക്ക് പേ സ്കെയിലും എമോൾമെന്റ്സും നോക്കാം. ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ ആണ് ഇവിടെ പറയുന്നത്. 48,480 മുതലാണ് നമ്മുടെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ DA, HRA, ലീസ് അക്കോമഡേഷൻ, മെഡിക്കൽ ബെനിഫിറ്റ്സ്, അതർ അലവൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് പ്രയർ എക്സ്പീരിയൻസ് വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ എനി സർവീസ് സീനിയോറിറ്റി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ദ കാൻഡിഡേറ്റ് സെലക്ടഡ് ഫോർ ദ പൊസിഷൻ ഓഫ് LBO വിൽ ബി അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊമോഷൻ ആസ് പെർ ദി എക്സ്റ്റേൺ ബാങ്ക്സ് പ്രൊമോഷൻ പോളിസി. നിങ്ങൾക്ക് പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ പോളിസി നിങ്ങൾക്ക് ഉണ്ട്. അതായത് നിങ്ങൾ LBOയിലാണ് കയറുന്നെങ്കിൽ പോലും യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രൊമോഷൻ ആസ് പെർ ദി ബാങ്ക്. ഓക്കെ, ബാങ്ക് പറയുന്ന പോലെ പ്രൊമോഷൻ എക്സാംസ് ഒക്കെ എഴുതി വേണം നിങ്ങൾക്ക് പ്രൊമോട്ട് ആവാം. ഓക്കെ, ജസ്റ്റ് കയറുമ്പോൾ ഒരു ലോക്കൽ ബാങ്ക് ഓഫീസർ ആണെങ്കിലും ഫർദർ പോകുമ്പോൾ നിങ്ങൾ പ്രൊമോട്ടഡ് ആവും എന്നും അവരതിൽ പറയുന്നുണ്ട്. അത് നമുക്കൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണർത്തുകയാണ് അവിടെ. ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. നാഷണാലിറ്റി, സിറ്റിസൺഷിപ്പ് നമുക്കറിയാം. കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ് വേർ ഏജ് ഇസ് മെൻഷൻഡ്. ഏജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏജ് എന്താണ്? 20 ഇയേഴ്സ് മാക്സിമം 30 ഇയേഴ്സ്. ദാറ്റ് ഇസ് നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നുണ്ട്. 20 ഇയേഴ്സ് മാക്സിമം 30 ഇയേഴ്സ്. 20-നും 30-നും മതി. 20 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിന് മധ്യേ. എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ 2/1/1995. 1995 1, അതായത് ജനുവരി 2-ാം തീയതിക്ക് മുന്നേ ജനിച്ചവരായിരിക്കാൻ പാടില്ല എന്നും മാത്രമല്ല, ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? ഓക്കെ, കാണാൻ പറ്റും ഇപ്പോൾ. ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1/1/2005. ജനുവരി 1-ാം തീയതി 2005-ന് ശേഷം ജനിച്ചവരോ ജനുവരി 2-ാം തീയതി 1995-ന് മുന്നേ ജനിച്ചവരോ ആയിരിക്കാൻ പാടില്ല എന്നവർ എടുത്തു പറയുന്നുണ്ട്. ഏജ് റിലാക്സേഷൻ അവർ പറയുന്നുണ്ട്. എങ്ങനെയാണ്? SC STക്ക് ആണെങ്കിൽ 5 വർഷം, അതർ ബാക്ക്വേർഡ് ക്ലാസ് നോൺ ക്രീമി ലെയർ എന്നാണെങ്കിൽ 3 വർഷം, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ 10 വർഷം, എക്സ് സർവീസ്മെൻ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് എമർജൻസി കമ്മീഷൻഡ് ഓഫീസേഴ്സ് who have rendered at least 5 years military services and have been released on completion of assignment 5 years. പേഴ്സൺ അഫക്റ്റഡ് ബൈ 1984 റയോട്സ് ആണെങ്കിൽ 5 ഇയേഴ്സ്. അപ്പോൾ എടുത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഏജ് റിലാക്സേഷൻ്റെ കാര്യം. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസിലേക്ക് വരാണ്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു 16/1/2025 മുതൽ 5/2/2025 വരെ നമുക്ക് സമയമുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിനുള്ളിൽ തന്നെ പേയ്മെന്റും കംപ്ലീറ്റ് ചെയ്യണം. 175 രൂപ ഇൻക്ലൂസീവ് ഓഫ് GST SC ST PWD കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് 175 രൂപയും 850 രൂപ 850 rupees ഫോർ ഓൾ അതേഴ്സ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഓൺലൈൻ പേയ്മെന്റ് മോഡാണ്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ നമുക്ക് എല്ലാവർക്കും എന്നുള്ള റീസണിങ്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ എക്കോണമി, ബാങ്കിങ് അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. 45 ക്വസ്റ്റ്യൻ ആണ് റീസണിങ്ങിനും കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിനും. ജനറൽ എക്കോണമി, ബാങ്കിങ് അവയർനെസ് 40 ചോദ്യം, ഇംഗ്ലീഷ് ലാംഗ്വേജിന് 35, ഡേറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷന് 35. ടോട്ടൽ 155 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. മാക്സിമം മാർക്ക് 200 ആണ്. ആൻഡ് നമുക്ക് എന്താണ് സെപ്പറേറ്റ് ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. 60 മിനിറ്റ് ഉണ്ട് നമുക്ക് റീസണിങ്ങിനും കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിനും, 35 മിനിറ്റ് ജനറൽ എക്കോണമി ആൻഡ് ബാങ്കിങ് അവയർനെസ്സിന്, 40 മിനിറ്റ് ഇംഗ്ലീഷിന്, 45 മിനിറ്റ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ടോട്ടൽ 3 മണിക്കൂർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. There will be no sectional qualifying marks. Okay, sectional cut-offുകളില്ല. There are minimum qualifying marks in the aggregate and the minimum qualifying marks will be decided by the bank. അപ്പം sectional cut-off ഇല്ല, പക്ഷേ sectional timing ഇവിടെ ഉണ്ട്. Now, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ഉണ്ടാവണം? റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഉണ്ടാവണം. And any one of the specified local language of the state as mentioned in the notification can be shortlisted through the online written test will have to appear in the local proficiency test, failing which they will not be allowed to appear to the personal interview and thus their candidature
will not be considered for the further selection process. അപ്പോൾ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട് എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. അത് തന്നെ അവർ എടുത്തു പറയുന്നുണ്ട് candidates who produce 10th and 12th standard mark sheet certificate evidencing having studied the local language will not be required. ലാംഗ്വേജ് ടെസ്റ്റ് നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളുടെ 10th +2 ഉള്ള സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഈ ലാംഗ്വേജ് പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യം ഇല്ല. അതിനുശേഷം നിങ്ങൾക്ക് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. അതൊക്കെ എപ്പോഴാണ് സ്കെഡ്യൂൾ ചെയ്യുന്നത് ഇവൻച്വലി നമ്മളെ ബാങ്ക് അറിയിക്കുന്നതാണ്. ആൻഡ് ദെൻ പ്രൊബേഷനും സർവീസ് ബോണ്ടും ഉണ്ട്. ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഓൺ പ്രൊബേഷൻ ഓഫ് 2 years എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡേറ്റ് ഓഫ് ജോയിനിങ് മുതൽ 2 വർഷത്തേക്ക് നിങ്ങൾ പ്രൊബേഷൻ പീരീഡിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ദെൻ എക്സാം സെന്റേഴ്സ് നോക്കുമ്പോൾ കേരളത്തിൽ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം, കോട്ടയം, മലപ്പുറം ആൻഡ് പാലക്കാട്. ഇത്രയും എക്സാമിനേഷൻ സെന്റേഴ്സ് ആണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒട്ടും വൈകിക്കണ്ട. നല്ലൊരു പോസ്റ്റാണ്. വേക്കൻസി ഒന്നും നോക്കണ്ട. എത്ര പരീക്ഷ എഴുതുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും മറ്റുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു ലെവൽ ഒന്ന് നിങ്ങൾക്ക് അപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. സോ ഉറപ്പായിട്ടും പരീക്ഷ അറ്റൻഡ് ചെയ്യുക, അപ്ലൈ ചെയ്ത് എഴുതുക. മാത്രമല്ല ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു കൊടക്കീഴിൽ കിട്ടുന്ന പോലെ അൾട്ടിമേറ്റ് ബാങ്കേഴ്സ് ബാച്ച് നമ്മുടെ സൈലം ബാങ്കിങ്ങിൽ ഇപ്പോൾ തുടങ്ങുകയാണ് 2025. സോ ഉടനെ നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ മറക്കാതെ നിങ്ങൾ എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്യുക. പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഈ വർഷം വരാവുന്ന ബാങ്ക് എക്സാംസിന് നന്നായി പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അൾട്ടിമേറ്റ് ബാങ്കേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് notification. Bye bye.